Hi, welcome to the next class of the Laplace transform. In the last class, we have studied about the second shifting theorem. The theorem says that Laplace transform of f of t minus a, u of t minus a equal to e raised to minus as into f of s. ഈ ഫോമാറ്റിൽ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രൂഫ് ചെയ്തു നമ്മൾ, പിന്നെ രണ്ട് പ്രോബ്ലംസ് ചെയ്തു. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ I would like to explain about one more problem. Find the Laplace transform of e raised to t for 0 less than or equal to t strictly less than 1, assuming it to be 0 outside the given interval, and f of t is equal to e raised to t. ഇവിടെ തന്നിരിക്കുന്ന e raised to t for 0 less than or equal to t less than 1 ആണ്. ഇനി അതിൽ ചെയ്യാനുള്ളത് എഫ് ഓഫ് ടി is equal to ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് എന്തായാലും e raised to t തന്നെ വരണം. അപ്പോൾ e raised to t ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനസ് എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ 0 കിട്ടുക, യുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. e raised to t into u of t minus 1 തന്നെയാണ് ഇവിടെ ഇടേണ്ടി വരിക. ഓക്കെ, ആ രീതിയിൽ കഴിഞ്ഞ പ്രോബ്ലത്തിലും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t minus e raised to t into u of t minus 1 എടുക്കുക. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t എന്താ 1 by s minus 1. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ ഇതിനെ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t minus 1 plus 1 ചെയ്യണം into u of t minus 1. So this is equal to 1 by s minus 1 minus Laplace transform of e raised to Laplace transform of e raised to t minus 1 into e raised to 1 into u of t minus 1. So this is equal to 1 by s minus 1 minus Laplace transform of e അവിടെ തന്നെ വെക്കുക, Laplace transform of e raised to t minus 1 into u of t minus 1. Okay, so this is 1 by s minus 1 into minus e raised to 1 into ഇതിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? e raised to ഇതിൻ്റെ e raised to minus as minus s into എന്തുകൂടി വരും? Laplace transform of f of t, that is e raised to t. So this is 1 by s minus 1 minus e raised to ഇതിനെ ചെയ്യാനുള്ളത് e raised to 1 minus s വരുന്നു. ഇവിടെ 1 minus s divided by ഇത് s minus 1 ആണ്. So answer is 1 minus e raised to 1 minus s divided by s minus 1. So this is the answer. Okay, next question is find inverse transform of, that is find L inverse of e raised to minus 3s divided by s minus 1 raised to 4. So here L inverse of this one അത് ചെയ്തിട്ടുണ്ട്. So നമ്മൾക്ക് ചെയ്യാനുള്ളത് e raised to minus 3s divided by s minus 1 whole square ആണ്, whole raised to 4 ആണ് ക്വസ്റ്റ്യനിൽ. ഇൻവേഴ്സ് ഫോം നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ എന്താ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. ഓക്കെ, so in order to solve this problem, first of all we need two result. ഇത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus as ൻ്റെ f of s is equal to f of t minus a u of t minus a ഉണ്ട്. അപ്പോൾ ഇവിടെ f of s ആണ്, ഇവിടെ ആക്ച്വലി f of s അല്ല, s minus a ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s minus 1 whole raised to 4 എടുക്കും. ഇതെന്താണ്? e raised to at, s minus a ആണ്, e raised to t into f of t means L inverse of 1 by s raised to 4 ആയിരിക്കും. ഇതിനെ
മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s raised to 4. ഇത് എന്ത് വരും? e raised to t into actually t cube by 3 factorial. So this is equal to 1 by 6 into t raised to 3 into e raised to t. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ടി ഈക്വൽ ടു 1 by 6 into t cube into e raised to t. ഇതാണ് ഇതിന്റെ ഇൻവേഴ്സ് എന്താണോ അതാണ് ഈ എഫ് ഓഫ് എസിന്റെ സ്ഥാനത്ത് എന്താണോ ഉള്ളത് അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം അത് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ വരരുത്. ഈ ഇ റേസ് ടു മൈനസ് എ എസ് കഴിഞ്ഞ് ബാക്കിയുള്ളതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കുന്നതാണ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്തു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്തു, അതിന്റെ ഇൻവേഴ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് നോർമലി വാട്ട് എഫ് ഓഫ് ടി 1 by 6 into t cube into e raised to t. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ അപ്ലൈ ചെയ്യാം? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s into എഫ് ഓഫ് ടി. എഫ് ഓഫ് ടിയുടെ ആക്ച്വലി ഈ എഫ് ഓഫ് ടിയുടെ ഇൻവേഴ്സ് ആണിത്, ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ഈക്വൽ ടു ആക്ച്വലി ഇതെന്താണ്? എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ഇവിടെ ടി മൈനസ് 1 അല്ല, ഇവിടെ ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. എയുടെ സ്ഥാനത്ത് 3 ആണ്, അപ്പോൾ 1 അല്ല വരിക, ഇവിടെ 3 ആണ് വരിക. ഓക്കെ, എഫ് ഓഫ് ടി മൈനസ് 3 യു ഓഫ് ടി മൈനസ് 3 ആയിരിക്കും. എഫ് ഓഫ് ടി മൈനസ് 3 എത്രയായിരിക്കും എന്ന് നോക്കുക? 1 by 6 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ റേസ് ടു 3 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3 into u of t minus 3. Okay, so answer is given by is equal to 0 for strictly less than 3 and 1 by 6 into t minus 3 whole raised to 3 into e raised to t minus 3 for t greater than or equal to 3. Okay, so this is a inverse transform of the function. Next evaluate ചെയ്യാനുള്ളത് second question, L inverse of e raised to minus pi s divided by s square plus 2s plus 2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാംസിന് വരും. സോ വി ഹാവ് ടു കെയർഫുൾ ദാറ്റ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത് ഏതിൻ്റെ ചെയ്യണം? L inverse of 1 by s square plus 2s plus 2 എന്നതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് 1 by s square plus 2s plus 2 ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ചെയ്യുന്നത് s square plus 2s plus അതായത് 1 എടുക്കുന്നു, s plus 1 ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു, പ്ലസ് 1 plus 1 എടുക്കുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by s plus 1 whole square plus 1. So this is L inverse of, which is implies L inverse of 1 by s plus 1 whole square plus 1. ഇവിടെ എസിന് പകരം എസ് പ്ലസ് 1 ആണ്, അപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതണം യൂസിങ് ദ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. എസ് മൈനസ് മൈനസ് 1 ആണ് ഇവിടെ, e raised to minus t into L inverse of 1 by s square plus 1. This is equal to e raised to minus t into 1 by s square plus 1 and inverse എന്ന് പറയുന്നത് sin t ആണ്, which is same as our f of t. Okay, so L inverse of e raised to minus pi s divided by s square plus 2s plus 2 equal to എന്താണ്? f of t minus ഇവിടെ പൈ എ എന്ന് പറയുന്നത് എന്താണ് വരിക? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമ്മൾക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറും
ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ e raised to minus as into f of sൻ്റെതാണ്. അപ്പോൾ എന്താ കിട്ടേണ്ടത്? ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് ഫൈ ആണ് u of t minus phi, which is equal to e raised to minus t minus phi എടുക്കുകയാണ്, t minus phi sin of t minus phi into u of t minus phi, which implies which is equal to e raised to minus വരില്ല, pi minus t ആക്കുക, pi minus t ആക്കുക. sin of pi minus t എന്ത് തന്നെയാണ് വരിക? sin of pi minus t, that's equal to സൈനിൻ്റെ this is sin of minus of pi minus t ആണ് into u of t minus phi, which is equal to sin minus theta minus sin theta, e minus e raised to pi minus t into sin of t into u of t minus phi, which is equal to actually 0 for t strictly less than pi and minus e raised to pi minus t into sin t for t greater than or equal to pi. Okay, so this is the answer for this inverse. Next we have to study about definition. Dirac delta function, which is defined by Dirac delta function is defined by delta of t minus t naught is equal to അതിനു മുന്നേ delta a of t minus t naught, which is equal to 0 for 0 less than or equal to t strictly less than t naught minus a, and equal to 1 by 2a for t naught minus a strictly less than or equal to t less than t naught plus a. Next വരുന്നത് 0 for t greater than or equal to t naught plus a. ഇത്രയും കാര്യങ്ങളാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ഇമ്പൾസ് ഡിഫൈൻ ചെയ്യുക. ഇതിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ delta of t minus t naught is defined as limit a tends to 0 delta a of t minus t naught, and this is defined as Dirac delta function. Okay, so this is 0 for 0 to t naught minus a. Next 1 by 2a for t naught minus a to t naught plus a. 0 for t greater than or equal to t naught plus a. Next class la nammal idinte Laplace transform evaluate ചെയ്യും. പിന്നെ next class la nammal method of convolution ഒക്കെ apply ചെയ്യും. So ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് നേരത്തെ ചെയ്ത സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഡീൽ ചെയ്തത്. അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചു ആൻഡ് ഡെഫിനിഷൻ ഓഫ് ദ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഓക്കെ, പ്രോബ്ലംസ് ഇതായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറും ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അതിൽ ചെയ്യുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, ഇത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.